التمسك بالأثر نجاه. السلام عليكم ورحمة الله وبركاته. ഇൻഷാല്ലാ ഖത്റുന്നത ക്ലാസ് തുടരുകയാണ്. അബ്വാബുൻ നിയാബകളാണ് നമ്മൾ വിശദീകരിക്കാൻ തുടങ്ങിയത്. അതിൽ ആദ്യത്തെ അസ്മാഉസിത്ത പറഞ്ഞു. ഇനി രണ്ട് വ ഇല്ലൽ മുസന്ന, മുസന്നയും കൂടാതെ. വഹുവ, ഈ മുസന്ന എന്ന് പറഞ്ഞ വാവ് അത് അത്ഫാണ്. നേരത്തെ മുമ്പ് പറഞ്ഞല്ലോ ഏത്, ഇല്ലൽ അസ്മാ അസ്സിത്ത വ ഇല്ലൽ മുസന്ന, അതാണ് വ ഇല്ലൽ മുസന്ന എന്ന് പറഞ്ഞത്. അപ്പൊ മുസന്ന എന്ന് പറഞ്ഞാൽ എന്താ? വഹുവ, മുസന്ന എന്ന് പറഞ്ഞാൽ വഹുവ അത് മാ ഒന്നാണ്, ദല്ല അലസ്നൈനി രണ്ടെണ്ണത്തിന്റെ മേൽ അറിയിക്കും, രണ്ടെണ്ണത്തിന്റെ മേൽ അറിയിക്കുന്ന ഒന്നാണ്. വ അഗ്ന അനിൽ മുതആത്തിഫൈനി, ആത്തിഫ് മാത്തൂഫാക്കി പറയേണ്ട ഒരവസ്ഥ വരുത്താതെ അതിനെ തൊട്ട് ആവശ്യമില്ലാതാക്കി തീർക്കും. ഏതുപോലെ കസ്സൈദാനി, സെയ്ദുൻ വ സെയ്ദുൻ എന്ന് മുതആത്തിഫൈനി ആക്കി പറയാ എന്നുള്ളതിനെ തൊട്ട് ഇഗ്ന ആക്കിയ, ആവശ്യമില്ലാതാക്കി തീർത്ത, രണ്ടെണ്ണത്തിന്റെ മേൽ അറിയിക്കുന്നതായ ഒരു കലിമത്താകുന്നു മുസന്ന. ഇതുപോലെ കസ്സൈദാനി ഉണ്ടോ, സെയ്ദ് എന്ന് പേര് വെക്കപ്പെട്ട രണ്ടാളുകൾ. അപ്പോ ഫയുർഫഉ, അപ്പൊ ഇങ്ങനത്തെ ഈ മുസന്നയെ ഫയുർഫഉ അതിനെ റഫ്അ ചെയ്യപ്പെടും ബിൽ അലിഫി, അലിഫ് കൊണ്ടാണ്. ഫർഈയായ അലാമത്താണ് നമ്മൾ പറയുന്നത്. അല്ലാണ്ട് റഫ് ചെയ്യ അസ്ലിയായ അലാമത്തെ ബമ്മത്ത് കൊണ്ടല്ല മുസന്നയെ. എന്തുകൊണ്ടാണ്? ബിൽ അലിഫ്, അലിഫ് കൊണ്ടായിരിക്കും. നിയാബത്തൻ അനി ദമ്മ, ദമ്മത്തിനെ തൊട്ട് പകരമായിക്കൊണ്ട്, അസ്ലിയായ അലാമത്തായ ദമ്മത്തിനെ തൊട്ട് പകരമായി ഈ അലിഫ് കൊണ്ട് അതിനെ റഫ് ചെയ്യപ്പെടും. ഇനി അടുത്തത് പറയാണ് വ ഇല്ലാ ജംഅൽ മുദക്കരി സാലിം, ജമ്മു മുദക്കർ സാലിമും കൂടാതെ. ഒക്കെ അങ്ങോട്ട് അത്തുഫ്. ജമ്മു മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ എന്താ? വഹുവ അത് മ ഒരു കലിമത്താണ്, ദല്ല അത് അറിയിക്കുന്നുണ്ട്, അല അക്സറ മിൻ ഇസ്നൈനി രണ്ടിലധികം, രണ്ടിൽ കൂടുതലുള്ളതിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. മഅ സലാമത്ത് ബിനാഇ മുഫ്രദിഹി, അതിന്റെ മുഫ്രദിന്റെ ബിനാ സീഗത്ത് സലാമത്തോടുകൂടെ, രക്ഷപ്പെട്ടതോടുകൂടെ, തക്സീറാവാതെ സലാമത്തോടുകൂടെ രണ്ടെണ്ണത്തിൽ അധികരിച്ചതിന്റെ മേൽ അറിയിക്കുന്ന ഒന്നാകുന്നു ജംഅൽ മുദക്കരി സാലിം. ഇതുപോലെ കസ്സൈദൂന പോലെ സെയ്ദുൻ, അതിനെ ജമ്മാക്കിയപ്പോ സെയ്ദ് എന്നുള്ള അവിടെ ഒരു തക്സീർ ഒന്നൊരു പൊട്ടിക്കലൊന്നുമില്ല തക്സീറിനെ പോലെ, മറിച്ച് അത് സുരക്ഷിതമാണ് അതിന്റെ മുഫ്രദിന്റെ രൂപം സീഗ. കസ്സൈദൂന ഒരു വാവും നൂനും അങ്ങോട്ട് കൂട്ടിക്കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ജമ്മു മുദക്കർ സാലിമും ഫയുർഫഉ ഹാദൽ ജംഉ, ഈ ജംഇനെ റഫ് ചെയ്യപ്പെടും ബിൽ വാവി, വാവ് കൊണ്ട് റഫ് ചെയ്യപ്പെടും. മുസന്ന പറഞ്ഞ പോലെ തന്നെ നിയാബത്തൻ അനി ദമ്മത്തി, ദമ്മത്തിനെ തൊട്ട് പകരമായി. ഇനി ഈ മുസന്നയെയും ജംഉം ജറും നസ്ബും ഒരേ ലെവലാ. റഫില് മുസന്ന ജമ്മും വ്യത്യാസമുണ്ട്. ജമ്മു മുദക്കർ സാലിം റഫ് മുസന്ന അലിഫോണ്ടാണ്, ഇതോ ജമ്മു മുദക്കർ സാലിം വാവോണ്ടാണ്. എന്നാൽ നസ്ബും യാ, അതുപോലെ തന്നെ ജറും നസ്ബും യാ കൊണ്ടാണ്. അതുകൊണ്ടാണ് മുസന്നിഫോട് ഒരുമിച്ച് പറയുന്നത് വ യുജറാനി, അവ രണ്ടിനെയും ജറ് ചെയ്യപ്പെടും. അഥവാ അൽ മുസന്ന വൽ ജംഉൽ മദ്കൂറു, മുസന്നയും ഈ പറയപ്പെട്ട ജംഉം, അതേതാ ജമ്മുൽ മുദക്കർ സാലിം, ജമ്മു മുദക്കർ സാലിമിനെയും ജറ് ചെയ്യപ്പെടും. വ യുൻസബാനി, അവ രണ്ടും നസ്ബ് ചെയ്യപ്പെടുകയും ചെയ്യും ബിൽ യാ, ഈ യാ കൊണ്ട്. നിയാബത്തൻ അനിൽ ഫത്ഹതി വൽ കസ്റ, അത് കസ്റത്തിനെ തൊട്ടും അസ്ലിയായ അലാമത്തായ കസ്റത്തിനെ തൊട്ടും ഫത്ഹത്തിനെ തൊട്ടും പകരമായി കൊണ്ടാണ്. നഹു, ഇന്ന് ഉദാഹരണം നോക്കുക. ജാ അസ്സൈദാനി, സെയ്ദ് എന്ന് പേര് വെക്കപ്പെട്ട രണ്ടാള് വന്നു. ഔ അസ്സൈദൂന, കണ്ടോ തസ്നിയാകുമ്പോ സെയ്ദാനി ഫായിലാണ്. അതെന്താ? മർഫൂഉൻ, എന്താ പറയാ? മർഫൂഉൻ ബിൽ അലിഫിയാണ്. മറ്റേതോ ജമ്മു മുദക്കർ സാലിമോ സെയ്ദൂനാകുമ്പോ മർഫൂഉൻ ബിൽ വാവി എന്നറിയും. വറഅയ്തു സെയ്ദൈനി ഔ അസ്സൈദീന, സെയ്ദാനി സെയ്ദൂന, വറഅയ്തു സെയ്ദൈനി വസ്സൈദീന, സെയ്ദൈനി ഏതിനാ ഉദാഹരണം കൊടുത്ത? മുസന്നക്ക സെയ്ദൈനി, എന്റെ മാഖബൽ ഫത്ഹായിരിക്കും. വസ്സൈദീന എന്നുള്ളത് ജമ്മു മുദക്കർ സാലിമിന, രണ്ടും യാ കൊണ്ടാണ്. അപ്പോ എന്താ? മൻസൂബും ബിൽ യാഇ. ഇനി മജ്റൂർ നോക്കെ. വമറർതു ബിസ്സൈദൈനി ഔ ഇസ്സൈദീന, വമറർതു ബിസ്സൈദൈനി, അത് മുസന്നക്ക് ഉദാഹരണം കൊടുത്തതാണ്. സെയ്ദൈനി മജ്റൂറും അത് ബിൽ യാഇ കൊണ്ടാണ്. അവിസ്സൈദീന അത് ജമ്മു മുദക്കർ സാലിം, മജ്റൂറാണ് ബിൽ യാഇ കൊണ്ട് തന്നെ. വഅശാറ ബിഹാദൈനിൽ മുസ്തസ്നിയൈനി ഇലൽ ബാബിസ്സാനി വൽ ബാബിസ്സാലിസി. വഅശാറ മുസന്നിഫ് റഹ്മഹുല്ലാ ബിഹാദൈനി,
ഈ രണ്ടെണ്ണം കൊണ്ടും സൂചിപ്പിച്ചു. അഥവാ ഈ രണ്ടെണ്ണം മുസന്നയും ജമ്മുൽ മുദക്കർ സാലിമിനെ കൊണ്ടും ബിഹാദൈനിൽ മുസ്തസ്നയൈനി ഇസ്തിസ്നാ ചെയ്യപ്പെട്ട ഈ രണ്ടെണ്ണം ഇസ്തിസ്നാ ചെയ്തതൊക്കെ ജമ്മു മുദക്കർ സാലിം മുസന്നയും എങ്ങോട്ടാ സൂചിപ്പിച്ചത്? ഇലൽ ബാബിസാനി, നിയാബത്തിന്റെ ബാബാണല്ലോ പറയുന്നത്, അതിലെ രണ്ടാമത്തെ ബാബിലേക്കും വൽ ബാബിസാലിസി മൂന്നാമത്തെ ബാബിലേക്കുമാകുന്നു. ആ ബാബെന്തിനാൽ മിമ്മാ ഖറജ അനിൽ അസ്ലി, അസ്ലിനെ തൊട്ട് പുറത്തുപോയതായ ബാബിനാൽ. അപ്പൊ ആ ബാബിലേക്കാണ് മുസന്നിഫ് ഈ രണ്ട് മുസ്തസ്നയൈനി കൊണ്ട് സൂചിപ്പിച്ചത്. അപ്പൊ ആദ്യത്തെ മുസ്തസ്ന കൊണ്ട് അസ്മാഉ സിത്ത പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ രണ്ടാമത്തത് മുസന്ന വ ഇല്ലൽ മുസന്ന 2, മൂന്നാമത്തത് ഇല്ല ജംഅൽ മുദക്കരി സാലിം എന്ന് പറഞ്ഞത് 3. അതാ പറഞ്ഞത്. ഇനി വ ഉൽഹിക ബിൽ മുസന്ന, ഇവകളോടൊക്കെ ഈ മുസന്നയോടും ജമ്മുനോടൊക്കെ മുൽഹഖുകൾ ഉണ്ടാവും. അതാ നമുക്ക് പറയുന്നത്. വ ഉൽഹിക ബിൽ മുസന്ന, മുസന്നയോട് മുൽഹഖാക്കും ചേർക്കപ്പെടും ഫീ ദാലിക അതിൽ എന്ന് പറഞ്ഞ ഹറൂഫുകൾ കൊണ്ട് ഇറാബ് പറയുന്ന വിഷയത്തിൽ, ഹറൂഫുകൾ കൊണ്ട് ഇറാബ് പറയുന്ന വിഷയത്തിൽ മുസന്നയോട് ചേർക്കപ്പെടും. അഥവാ ഫറഅയായ അലാമത്ത് കൊണ്ട് ഇറാബ് പറയാം. ഏതൊക്കെ ചേർക്കപ്പെടും? കിലാവ കിൽത്തയും ചേർക്കപ്പെടും. ഫഇന്നഹുമാ, തീർച്ചയായും ഈ കിലയും കിൽത്തയും എപ്പോഴാണത്? മഅ ശുറൂത്തി കൗനിഹിമ, അവ രണ്ടും ആവുക എന്ന നിബന്ധനയോട് കൂടെ മുദാഫൈനി മുദാഫാവണം. അതന്നെ എങ്ങോട്ടിലൽ മുതുമരി ദമീറിലേക്കാവണം. അപ്പോ കിലാവ കിൽത്ത എന്നുള്ളത് ഈ മുസന്നന്റെ ഇവിടെ ഇപ്പോ മുസന്നന്റെ ഇറാബ് ചെയ്യണമെങ്കിൽ, അഥവാ അലിഫ് കൊണ്ട് റഫും യാ കൊണ്ട് നസ്ബുൻ ജറും ചെയ്യണമെങ്കിൽ കിലയെയും കിൽത്തയെയും ദമീറിലേക്ക് ഇദാഫത്ത് ചെയ്യണം. അപ്പോ അതെന്ത് മനസ്സിലായി? ദമീർ അല്ലാത്ത സാഹിറിലേക്ക് ഇദാഫത്ത് ചെയ്താലോ? സാഹിറിലേക്ക് ഇദാഫത്ത് ചെയ്താൽ അപ്പൊ അതെന്തായിരിക്കും? അലിഫിന്റെ മേൽ മുഖദ്ദറായ ഹറക്കത്ത് കൊണ്ടായിരിക്കും ഇറാബ് പറയാ. അതാണ് അതിന്റെ പ്രത്യേകത. ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെ പറയാ? ജാഅനി കിലാ അഖവൈക വറഅയ്തു കിലാ അഖവൈക വമറർതു ബികിലാ അഖവൈക. അതൊക്കെ സാഹിറിലേക്ക് ചെയ്തുകൊണ്ട് കിലാ, ആദ്യത്തെ ജാഅനി കിലാ, പിന്നെ വറഅയ്തു കിലൈ വമറർതു ബിലി കിലൈ, അങ്ങനെ ആക്കൂല. അപ്പൊ ഇവിടെ ഒക്കെ എന്താ? മക്സൂറ ഇസ്മിനെ പോലെ അലിഫിന്റെ മേൽ മുഖദ്ദറത്തായ ഹറക്കത്ത് കൊണ്ടായിരിക്കും ഇറാബ് പറയാ. നേരെ മറിച്ച് മുദ്മറിലേക്കാകുമ്പോഴാണ് എന്തുള്ള, അതിന്റെ മുദ്മറിലേക്ക് ചെയ്യുമ്പോഴാണ് എന്തുള്ളത്? ഈ പറഞ്ഞ മുസന്നന്റെ ഹറൂഫുകൾ കൊണ്ടുള്ള ഇറാബ് വരുന്നത്. എന്നാല് അത്ലഖത്തിൽ കിനാന തുഹ്ഫയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, കിനാന ഗോത്രക്കാര് അത് ദമീറിലേക്കായാലും ശരി സാഹിറ ഇസ്മിലേക്കായാലും ശരി അവർ ഈ നിലക്ക് ഹുറൂഫിനെ പോലെ ഹുറൂഫ് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇറാബ് ചെയ്യുന്നുണ്ട്. കിനാന ഗോത്രം തുഹ്ഫയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ യുറബാനി, ഇവ രണ്ടും അഥവാ കിലാ വ കിൽത്ത ഇറാബ് ചെയ്യപ്പെടും കൽ മുസന്നയെ പോലെ. തഖൂലുനി പറയും ജാഅനി, എന്റെ അടുക്കലൊന്നു കിലാഹുമാ, അതിപ്പം ഫായിലാണ്, മർഫു ആണ് ബിൽ അലിഫി. വറഅയ്തു കിലൈഹിമാ ഉണ്ടോ? അപ്പൊ ദമീറിലേക്കാണ് ഇദാഫത്ത് ചെയ്തിട്ടുള്ളത്. അപ്പോ മഫ്ഊലാണ്. അപ്പൊ മൻസൂബുൻ ബിൽ യാഇ. വമറർതു ബികിലൈഹിമാ മജ്റൂറുൻ ബിൽ യാഇ. കണ്ടോ? വകദാ കിൽത്ത ഇങ്ങനെ തന്നെ പറയണം. കിൽത്താണോ കിൽത്ത, കിൽത്തൈ കിൽത്തൈനാവും. അപ്പൊ ഈ രണ്ടും അങ്ങനെയാണ്. അതിന്റെ നിബന്ധന എന്താണ്? അത് ദമീറിലേക്ക് ഇദാഫത്ത് ചെയ്യപ്പെടണം. ഇനി ഫഇൻകാന, അവ രണ്ടുമായാൽ, ഏതായി അവ രണ്ടും കിലയും കിൽത്തയുമായാൽ മുദാഫിന് ഇദാഫത്ത് ചെയ്യപ്പെട്ടതാണെങ്കിൽ ഇല ളാഹിറിലേക്കാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ കാനോ, അവ രണ്ടും ആയിരിക്കും ബിൽ അലിഫ്, അലിഫ് കൊണ്ടായിരിക്കും അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും. അപ്പൊ അലിഫിന്റെ മേലെ മുഖദ്ദറത്തായ ഹറക്കത്ത് കൊണ്ടായി ഇറാബ് പറയാ. ജാഅനി കിലാ അഖവൈക വറഅയ്തു കിലാ അഖവൈക വമറർതു ബികിലാ അഖവൈക, അങ്ങനെ തന്നെ പറയും. അല്ലാണ്ട് ബികിലൈ റഅയ്തു കിലൈ എന്നാവൂല. അതാണ് പറഞ്ഞത്. വകദാ, ഇപ്രകാരം തന്നെ ഉൽഹിക ചേർക്കപ്പെടും ബിഹി, മുസന്നയോട് ചേർക്കപ്പെടും ഇസ്നാനി വസ്നത്താനി, ഇസ്നാനും വസ്നത്താനിയും. ഫഇന്നഹുമാ, അവ രണ്ടും തീർച്ചയായും അവ രണ്ടും യുറബാൻ ഇറാബ് ചെയ്യപ്പെടും കൽ മുസന്നയെ പോലെ തന്നെ മുത്തലക്കൻ മുത്തലക്കായിട്ട് എന്ന് പറഞ്ഞ ബിഗൈരി ഷർത്തിൻ, മറ്റേ കിൽത്താഗിലാറിനെ പോലെ ഷർത്തൊന്നുമില്ല, ഒരു ഷർത്ത് നിബന്ധന ഇല്ലാതെ മുത്തലക്ക് എന്ന നിലയ്ക്ക് മുസന്നയെ പോലെ അത് ഇറാബ് ചെയ്യപ്പെടും. തഖുലുനി പറയും ജാഅനി, എന്റെ അടുക്കലൊന്ന് ഇസ്നാനി, ഫായിലാണ് മർഫൂൻ ബിൽ അലിഫി. വറഅയ്തു ഇസ്നൈനി, രണ്ടാളെ ഞാൻ കണ്ടു. ഇസ്നൈനി മഫ്ഊലാണ് മൻസൂബുൻ ബിൽ യാഇ. വമറർതു ബിസ്നൈനി മജ്റൂറുൻ ബിൽ യാഇ, അങ്ങനെയൊക്കെ പറയും. വകദാ ഇസ്നത്താനി, ഇസ്നത്താനി ഇങ്ങനെ തന്നെ പറയണം. ഇസ്നത്താനി അവിടെ വെച്ച് നമുക്ക് അങ്ങനെ പറയാം. അതേപോലെ ഇസ്നത്താനി, ഇസ്നത്തൈനി, ഇസ്നത്തൈനി ഇങ്ങനെ വരും. മനസ്സിലായി? ഇസ്നത്താനി, ഇസ്നത്താനി എന്ന് പറയുന്നത് അത് ഹിജാസുകാരുടെ ലുഗ. തമീം ഗോത്രക്കാര് സിൻതാനി എന്നാ പറയാ. സിൻതാനി, സിൻതാനി, സിൻതൈനി അങ്ങനെ പറയും. അതിന് രണ്ട് ലുഗ ഉണ്ടായി, അത് മനസ്സിലാക്കുക.
വക്കദ ഇസ്നത്താനി. ഇനി വക്കദ പ്രകാരം തന്നെ തോരിബുഹുമ ഇവ രണ്ടിനെയും നീ ഇറാബ് ചെയ്യും. ഇറാബഹു ഏത് ഇറാബ്? തസ്നിയാന്റെ ഇറാബ് ചെയ്യും. അതെപ്പോഴാണ്? ഇൻകാന അവ രണ്ടുമായാൽ, ഈ ഇസ്നേനും ഇസ്നാനും ഇസ്നത്താനിയും ഇൻകാന അവ രണ്ടുമായാൽ മുദാഫിനി മുദാഫയാൽ ഇല ളാഹിറിലേക്കായാലും ശരി, ഔ ദമീറിലേക്കായാലും ശരി, മറ്റനെ പോലെ അങ്ങനത്തെ നിബന്ധനൊന്നുമില്ല. ഔ അതല്ല റുക്കിബ അവ രണ്ടും മുറക്കബാക്കപ്പെട്ടു മഅൽ അശറത്തി അശറയോടുകൂടെ മുറക്കബായാലും ശരി. മനസ്സിലായോ? അപ്പൊ അശ്രയോടുകൂടെ മുറക്കബാക്കപ്പെട്ടാലും ശരി, ബമീറിലേക്ക് ഇളാഫത്ത് ചെയ്താലും ശരി, ളാഹിറിലേക്ക് ഇളാഫത്ത് ചെയ്താലും ശരി, നീ എന്ത് ചെയ്യും? തസ്നിയാന്റെ ഇറാബഹു എന്ന് പറഞ്ഞാൽ തസ്നിയാന്റെ ഇറാബ് അവകളെ എന്ത് ചെയ്യും? ഇറാബ് ചെയ്യും. അതുപോലെ നഹ്വു ജാഅനി എന്റെ അടുക്കൽ വന്നു ഇസ്നാ അശ്റ. ജാഅനി ഇസ്നാ അശ്റ ഷീന് ഫത്ഹായിട്ട് ജാഅനി ഇസ്നാ അശ്റ ഫായിലാണ്. വറഅയ്തു ഇസ്നൈ അശ്റ അവിടെ മഫ്ഊലാണ്. അപ്പൊ ബിൽയാഇ കൊണ്ടാണ്. വമറർതു ബിസ്നൈ അശ്റ ഇവിടൊക്കെ യാ കൊണ്ടാണ്. അപ്പൊ മുസന്ന പിന്നെ പ്രശ്നം ഇസ്നാനി ഇസ്നത്താനി മുത്തലക്ക് എന്ന് പറയാൻ കാരണം അത് ളാഹിറായാലും ശരി ദമീറായാലും ശരി. ദമീർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഉദാഹരണം പറയാം, ഇസ്നാഹും അങ്ങനൊക്കെ പറയും. അപ്പൊ ഹും എന്നുള്ള ദമീർ അല്ലേ. ഇനി ഞാൻ പറയും ഇസ്നൈഹിൻ എന്നൊക്കെ പറയും നമ്മൾ. അപ്പോ അത് മനസ്സിലാക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് ജമ്മുൽ മുസക്കരി സാലിമിനോട് മുൽഹഖായ. നമുക്ക് ഇതിന്റെയൊക്കെ ഷർത്ത് നിബന്ധനകളൊക്കെ നമ്മൾ ജമ്മുദക്കറിനെ കുറിച്ചുള്ള വിശദമായ ഇവിടെ അൽഫിന്റെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവും. ഖാലിദുൽ ഹസരി തസ്രീഹിൽ അതിന്റെ ഷർത്തുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ജമ്മു സക്കർ സാലിം ആക്കുന്നതിന്റെ ഒക്കെ തസ്രീഹിൽ വിശദാക്കിയിട്ടുണ്ട്. നമ്മൾ അവിടെ പറഞ്ഞ അൽഫിന്റെ ക്ലാസ്സിൽ. ഏതായാലും നോക്കാം. ഉൽഹിക ചേർക്കപ്പെടും ബിജംഉൽ മുസക്കരി സാലിം ജമ്മു മുസക്കർ സാലിമിനോട് ചേർക്കപ്പെടും അൽഫാദുൻ ചില ലഫ്സുകൾ മിൻഹാ അതിൽപ്പെട്ടതാകുന്നു ഉലു എന്നുള്ളത് ബിമാന അസ്ഹാബിന്റെ മാനയാണ്. അസ്ഹാബിൻ അത് ഇസ്മു ജമ്മാണ്. മനസ്സിലായോ? അപ്പൊ അതിനില്ല എന്തില്ല ലാ വാഹിദ ലഹു അതിനൊരു വാഹിദില്ല മിൻ ലഫ്സിഹി അതിന്റെ ലഫ്സിൽ നിന്ന് അതിനൊരു വാഹിദ് നമുക്ക് പറയാൻ പറ്റൂല. ഇത് ഇസ്മു ജമ്മാണ്, അസ്ഹാബിന്റെ മാനയാണ്. അതിന് ഉദാഹരണം നോക്കാം നമുക്ക്. ഖാല അല്ലാഹു തആല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി അൻ യുഅ്തു ഉലിൽ ഖുർബാ വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി അൻ യുഅ്തു ഉലിൽ ഖുർബാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ രണ്ട് സന്ദർഭത്തിൽ നമുക്ക് തെളിവുണ്ട്. എന്താ? ഒന്നാമത് വലാ യഅ്തലി ഉലു എന്നുള്ളത് അവിടെ ഒന്നാമത്തേത് ഫായിലാണ്. അപ്പൊ നമ്മൾ അതിന്റെ എങ്ങനെ പറയാ? അലാമത്തു റഫ്ഹി അതിന്റെ റഫിന്റെ അലാമത്താകുന്നത് അൽ വാവു എന്നാ പറയാ. അലാം ദമ്മത്തല്ല. ദമ്മത്തിനെ തൊട്ട് നിയാബത്തായ വാവു. പിന്നെ രണ്ടാമത്തേത് ഉലിൽ ഖുർബ ഉലി അവിടെ മഫ്ഊലാണ്. അപ്പൊ അലാമത്തു നസ്ബിഹി അൽ യാഉ എന്നാ പറയാ. അങ്ങനെ പറയും. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. അവിടെ ഉലി എന്നുള്ളത് മജ്റൂറാണ്. അപ്പൊ അലാമത്തു ജർരിഹി അൽ യാഉ എന്നാണ് നമ്മൾ പറയാ. ഉലു ഉടയവർ, ഉലുൽ ഇൽമി അറിവിന്റെ ആളുകൾ എന്നാണ് നമ്മൾ പറയാ. സാഹിബല്ല അസ്ഹാബിന്റെ മാന. ഒമിൻഹ ഇനി അതിൽപ്പെട്ടതാണ്, അഥവാ ജമ്മു സക്കർ സാലിമിനോട് ചേർക്കപ്പെടുന്ന ലഫ്ലുകൾ ഉണ്ടല്ലോ, അതിൽപ്പെട്ടതാകുന്നു ഇശ്റൂന എന്നുള്ളത് വഹുവ ഇസ്മു ജമ്മിൻ. അത് ഇസ്മു ജംആണ്. ലാ ജംഉ അശ്റിൻ അശ്റിന്റെ ജമ്മല്ലത് 10 അശ്ർ എന്നുള്ള ജമ്മല്ല ഇശ്റൂൻ, മറിച്ച് അത് ഇസ്മു ജംആണ്. പ്രകാരം തന്നെയാണ് അഖ്വാത്തുഹു ഈ ഇശ്റൂനിന്റെ അഖ്വാത്തുകൾ ഇലാ 90 അതേപോലെ വരെ 90 വരെ. അപ്പൊ നമുക്ക് തഖൂലിങ്ങി പറയും ജാഅനി എന്റെ അടുക്കൽ വന്നു ഇശ്റൂന ഫായിലാണ് മർഫൂൻ ബിൽ വാവി. വറഅയ്തു 20 വമറർതു ബി20 വറഅയ്തു 20 എന്നുള്ളത് മഫ്ഊലുൻ ബിഹിയാണ് മൻസൂബുൻ ബിൽ യാഇ. വമറർതു ബി20 എന്നുള്ളത് മജ്റൂറാണ് മജ്റൂറുൻ ബിൽ യാഇ.
അപ്പോൾ ജമ്മു മുദക്കർ സാലിമിനെ പോലെ തന്നെയാണ് ഇറാബ് ഉണ്ടാകുക. വഖദൽ ബാക്കി പ്രകാരം ബാക്കിയുള്ളത് ഇങ്ങനെ പറഞ്ഞോ, സലാസൂന, അർബഊന, ഖംസൂന. ഇനി വമിൻഹ, ഈ ജമ്മു മുദക്കർ സാലിമിനോട് മുൽഹഖാത്തിൽപ്പെട്ടതാകുന്നു, അതിനോട് ചേർക്കപ്പെട്ടതിൽ മുൽഹഖാത്തിൽപ്പെട്ടതാകുന്നു ആലമൂന എന്നുള്ളത്. ബി ഫത്ഹിൽ ലാമി, ലാമിന് ഫത്ഹായി കൊണ്ടുള്ള ആലമൂന എന്നുള്ളത് മുൽഹഖാത്തിൽപ്പെട്ടതാകുന്നു. ഈ ആലമൂന എന്നുള്ളത് ഇസ്മു ജംഇ ലി ആലം, ആലമിന്റെ ഇസ്മു ജംഅ ആണ്, അല്ലാതെ ലാ ജംഉൻ ലഹു, അല്ലാതെ ലാ ജംഉൻ. ഈ ആലമൂന എന്നുള്ളത് ലഹു എന്ന് പറഞ്ഞാൽ ആലമിന്റെ ജംഅ അല്ല, ലാ ജംഉൻ ലഹു, അല്ലാതെ എന്തല്ല ലഹു എന്ന് പറഞ്ഞാൽ ഈ ആലമിന്റെ ജംആയിട്ട് ആലമൂന പറയാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. ലാ ജംഉൻ ലഹു. അതിന്റെ കാരണം ഇല്ലത്ത് പറയാണ്, ഈ കൗനിഹി, ഹി എന്ന് പറഞ്ഞാൽ ദമീർ ആലമുൽക്ക് മടക്കണം. ഈ ആലം എന്നുള്ളത് ആയ കാരണത്താൽ അഅമ്മ മിൻഹു, മിൻഹു എന്ന് പറഞ്ഞാൽ മിൻ ആലമൂൻ, ആലമൂനേക്കാളും ഒന്നുകൂടി അഅമ്മാണ്, അർത്ഥവ്യാപ്തി കൂടിയതാണ്. കാരണം അതിന്റെ ഒരു കാരണം പറയല്, ആലമൂൻ എന്ന് പറയുമ്പോൾ ആക്കിലിനാണ് പറയുക, ബുദ്ധിയുള്ളവർക്ക്. അപ്പൊ ആലം എന്നാവട്ടെ സിവല്ല, അല്ലാത്ത എല്ലാം പെട്ടു, ആക്കിലും ഗൈറാക്കിലും പെട്ടു. അപ്പൊ ആലമിന്റെ ജമ്മായിട്ട് ആലമൂന എന്ന് പറയുമ്പോ ഈ ആലമൂന എന്ന ജമ്മിനേക്കാളും എന്താണ് അർത്ഥവ്യാപ്തി കൂടിയതാകും ആലം എന്നുള്ളത്. അത് ശരിയാവൂല. മുഫ്രദ് ജമ്മിനേക്കാളും ആമാവുക എന്നുള്ളതും ശരിയല്ല, അങ്ങനെ ഉണ്ടാവൂല. അപ്പൊ അത് നൽകാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ആലമിന്റെ ജമ്മായിട്ട് ആലമിനെ കൂട്ടാൻ പറ്റൂല. പക്ഷെ ഇസ്മു ജമ്മാണ്, ആലമിന്റെ ഇസ്മു ജമ്മാണ് ആലമൂൻ എന്ന് പറയാമെന്ന. പിന്നെ അതല്ലാത്ത ചർച്ചകളൊക്കെ ഈ ഖുദരിയിലൊക്കെ കാണാൻ പറ്റൂ. അൽഫിയന്റെ ബിനാക്കിലിന്റെ അവിടെ ഷറഹന്റെ അവിടെ ഹാഷിയിൽ പറഞ്ഞത് കാണാം. വേറെ ഖുദരി പറഞ്ഞത് ഈ ആലമൂൻ എന്നുള്ളത് തന്നെ ഗൈറു ആക്കിലിനും പറയുമെന്ന് പറഞ്ഞവരും ഉണ്ട്, ആലമുന എന്നുള്ളത് ഗൈറു ആക്കിലിനെ ഉൾക്കൊള്ളും എന്ന് പറഞ്ഞവരും ഉണ്ട്. അങ്ങനെയൊക്കെ അതിൽ സംസാരങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതിങ്ങനെ പറയാൻ കാരണം ഷാരിഹ് എന്താണ് ആലമിന്റെ ഇസ്മു ജമ്മാണ് ആലമൂന എന്ന് പറഞ്ഞുള്ളത്, ലാ ജംഉൻ ലഹു, അതിന്റെ ജമ്മാക്കിയിട്ട് പറഞ്ഞിട്ടില്ല. അതിന്റെ കാരണം എന്താണ്? മുഫ്രദ് ജമ്മിനേക്കാൾ അഅമ്മ, അർത്ഥവ്യാപ്തി കൂടിയതാകുവാര് മുഫ്രദായ ആലം ഈ നിലക്ക് വെക്കുമ്പോൾ. ഖുദരിയിലൊക്കെ വേറെ നിലക്ക് പറഞ്ഞത് ഈ ആലമിന്റെ ജമ്മന്നാക്ക ആലമുന. അപ്പൊ എങ്ങനെ പരിഗണിച്ചിട്ട് ആലമിനൊരു സിൻഫ് ഖുസൂസായിക്കൊണ്ട് പ്രത്യേകിച്ചൊരു ഇനമായിട്ട് ഇങ്ങനെ കാണുക, ആലമുൽ ജിന്നി, ആലമുൽ ഇൻസി എന്ന് പരിഗണിച്ചിട്ട് ജമ്മാക്കുക, ആലമുൽ അങ്ങനെ ഖുസൂസാക്കുക, ആലമുൽ ജിന്നി, ആലമുൽ ഇൻസി, എന്നിട്ട് അതിന്റെ ജമ്മ ആലമുന എന്നൊക്കെ ചർച്ചകൾ ഖുദരിയിൽ കാണാൻ പറ്റും. പിന്നെ അടിച്ചത് വമിൻഹ എന്ന് പറഞ്ഞാൽ ഈ ജമ്മു മുദക്കർ സാലിമിനോട് മുൽഹഖാത്തിൽപ്പെട്ടതാകുന്നു. അഥവാ ജമ്മു മുദക്കർ സാലിം ആക്കണ നിബന്ധന പറഞ്ഞല്ലോ നമ്മൾ, അതിൽ പെടാത്തതാണ് അഹ്ലൂന എന്നുള്ളത്. ജംഉ അഹ്ലിൻ, അഹ്ലിന്റെ ജമ്മാണ് അഹ്ലൂന. കാരണം അത് ജമ്മു മുദക്കർ സാലിമിന്റെ മുൽഹഖാക്കാൻ കാരണം എന്താ? ജമ്മു മുദക്കർ സാലിം ആക്കണമെങ്കിൽ ഒന്നുകിൽ അലമോ സിഫത്തോ ആവണം. ഇത് അഹ്ലൂന എന്നുള്ളത് എന്തല്ല, അലമോ അല്ല സിഫത്തും അല്ല. അപ്പോൾ എന്താണ് മുൽഹഖാത്ത് പെടുത്തി. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ശഗലത്ന അംവാലുന വ അഹ്ലൂന എന്ന് പറഞ്ഞു. അവിടെ ഫായിലാണ്, മർഫൂആണ്, അലാമത്ത് എന്താണ്? വാവാണ്. വഖാല, അതേപോലെ തന്നെ ഖുർആൻ അല്ലാഹു പറഞ്ഞു, മിൻ ഔസത്തി മാ തുത്ഇമൂന അഹ്ലീക്കും എന്താ? അപ്പൊ അഹ്ലീക്കും എന്നുള്ള മഫ്ഊലാണ്. അപ്പോ നസ്ബിന്റെ അലാമത്ത് യാ ആണ്. ഈ പറഞ്ഞ സൂറത്തു മാഇദയിൽ 89-ാമത്തെ ആയത്ത. വഖാല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇനി വേറൊരു സ്ഥലത്ത് ഇലാ അഹ്ലീഹിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതവിടെ സൂറത്തു ഫത്ഹിൽ 12-ാമത്തെ ആയത്ത്. അപ്പൊ അവിടെ ഇലാ അഹ്ലീഹിം അബദന, അവിടെ ഇലാ അഹ്ലീഹിം എന്നുള്ളത് മജ്റൂറാണ്. അപ്പോ ജറുന്റെ അലാമത്ത് യാ ആണ്. പിന്നെ അടുത്തത് വമിൻഹ, അൽഫാദുകളിൽ പെട്ടതാണ് വാബിലൂന. വാബിലിന്റെ ജംആണ്, അത് ഗൈറു ആക്കിലാണ്. എന്താ വാബിൽ എന്ന് പറഞ്ഞാൽ? ജംഉ വാബിലിൻ. വഹുവൽ മത്തറുൽ ഗസീർ, കോരിച്ചൊരിയുന്ന സമൃദ്ധമായ മഴ. അപ്പൊ അത് ഗൈറു ആക്കിലാണ്. അപ്പൊ വാബിലൂന, അപ്പൊ ജമ്മു മുദക്കർ സാലിമിനോട് മുൽഹഖായി വാബിലൂന എന്ന് പറയും. വാബിലൂന അതിന്റെ അതേ ഇറബ് പറയും, വാബുലൂന, വാബിലീന, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. വമിൻഹ, അതിൽപ്പെട്ടതാകുന്ന അൽഫാദുകൾപ്പെട്ടതാണ് അറദൂന. ബി ഫത്ഹിർ റാക്ക് ഫത്ഹ് ചെയ്തുകൊണ്ട് പറയണം, അറദൂന. അതാ തക്സീറായിപ്പോയി, മുൽഹഖാണ്. അപ്പോ അറദൂന ബി ഫത്ഹിർ റാക്ക് ഫത്ഹായിക്കൊണ്ട് ജമ്മു അർദിൻ ബി സുകൂനിഹ, ആ റാക്ക് സുക്കൂൻ ചെയ്തുകൊണ്ടുള്ള അർദിന്റെ ജംആണ് ഏത്? അറദൂന എന്നുള്ളത്. പിന്നെ ഷീറിലൊക്കെയാണ്
ഇബ്നു റഹ്മത്തുള്ളാഹി തന്നെ പറയുന്നുണ്ട് വയജൂദു ഇസ്കാനുഹാ ഫി ദറൂറത്തി ശരി, ഷെയ്റിന്റെ ദറൂറത്തിന് വേണ്ടി അതിന് സുക്കൂനാക്കൽ ജായിസാണ്. പക്ഷെ ഇവിടെ അറദൂന, അല്ലാത്ത സമയത്ത് അറദൂന എന്ന് പറയണം. വമിൻഹാ, അതിൽപ്പെട്ടതാണ് അൽഫാദുകളിൽപ്പെട്ടതാണ് സിനൂന, സിനൂൻ ബി കസ്രി സീനി, സീന് കസ്റാക്കിക്കൊണ്ട്. അത് ജംഉ സനത്തിന്റെ ജമ്മാണ്. ബി ഫത്ഹിഹാ, ആ സീന് ഫത്ഹാക്കിക്കൊണ്ടുള്ള സനത്തിന്റെ ജമ്മാണ് സിനൂൻ എന്നുള്ളത്. വബാബുഹു, ആ സിനൂന്റെ ബാബും. വഹുവ, എന്താ ഈ സിനൂൻ ബാബു എന്ന് പറഞ്ഞ? കുല്ലു സുലാസിയിൻ, എല്ലാ സുലാസിയാണ്. എങ്ങനത്തെ? ഹുസിഫത്ത് ലാമുഹു, അതിന്റെ ലാമിന് എന്ത് ചെയ്തിട്ട് കളയപ്പെട്ടിട്ടുണ്ട്. വഉവ്വിദ അൻഹ, എന്നിട്ട് ആ കളയപ്പെട്ട ലാമിന് പകരമാക്കപ്പെട്ടു എന്ത്? ഹാ ഉത്തേനീസി, തേനീസിന്റെ ഹാനെ പകരം കൊടുത്തു. മാത്രല്ല വലം യുതക്കസ്സർ, എന്തോ ആക്കിയിട്ടില്ല, വലം യുക്കസ്സർ. അങ്ങനെ വലം യുക്കസ്സർ അല്ല, പിന്നെ വലം യതക്കസ്സർ എന്തായിട്ടില്ല? തക്സീറിന്റെ ജമ്മായിട്ടില്ല. ചില യുക്കസ്സർ, വലം യുക്കസ്സർ തക്സീർ, ജമ്മു തക്സീർ ആക്കപ്പെട്ടിട്ടുമില്ല. അപ്പൊ എന്താണ് ബാബുഹു എന്ന് പറഞ്ഞ? വഹുവ കുല്ലു സുലാസിൻ, എല്ലാ സുലാസിയാണ്. ഹുസിഫത്ത് ലാം, അതിന്റെ ലാമ് കളയപ്പെട്ടു. വഅഫ്ദൻഹ, അതിനെ തൊട്ട് ആ ലാമിനെ തൊട്ട് പകരമാക്കപ്പെട്ടു. ഹാ ഉത്തൈനീസിന്റെ താനെ പകരമാക്കപ്പെട്ടു. വലം യുക്കസ്സർ, അതിനെന്തോ ആക്കിയിട്ടില്ല, ജമ്മു തക്സീർ ആക്കപ്പെട്ടിട്ടില്ല. ഏതുപോലെ? കഇസത്തിൻ ജമ്മ് ഐദീന പോലെ, വസുബത്തിൻ ജമ്മ് സുബീന പോലെ, വഇസത്തിൻ ജമ്മ് ഐസീന പോലെ. അപ്പൊ അങ്ങനെ മനസ്സിലും നോക്കാം നമുക്ക്. സനത്തിന്റെ ജമ്മിപ്പോ സനത്തിൻ്റെത് സനവുന്നോ അല്ലെ സനവുൻ നോക്കാൻ നോക്കുക. സനവുൻ അല്ല സനഹുൻ എന്നൊക്കെ പറയും. ആ ഇങ്ങനെ അതിന്റെ ജമ്മാക്കുമ്പോ സനവാത്ത് സനഹാത്ത് എന്ന് പറയലുണ്ട്. അപ്പൊ ഏതായാലും അവിടുന്ന് ആ വാവിനെയോ ആ ഹാഇനെയോ കളഞ്ഞു, എന്നിട്ട് അതിന് തുനീസിന്റെ താ വെച്ചു കൊടുത്താൽ സനത്തുൻ. കണ്ടോ? മനസ്സിലേ? അപ്പോ അതിനെന്താക്കി? ജമ്മു തക്സീർ. ഈ ജമ്മു തക്സീർ ആക്കിയിട്ടില്ല. അപ്പൊ ഈ നൽകവിര സിനൂന എന്ന് വരും. അങ്ങനെ തന്നെ വാക്കിലുള്ള ഇദ്ദത്തിന്റെ ഇദ്ദാവുന്ന, വാവ് കളഞ്ഞു, താ കൊടുത്തു. സുബത്ത് എന്നുള്ളത് ഒന്നുകില് വാവോ അതല്ല യാവോ രണ്ടും പറയപ്പെട്ടിട്ടുണ്ട്. ഏതായാലും അത് കളഞ്ഞിട്ട് താ കൊടുത്തതാണ്. അപ്പോ ഇതൊക്കെ അങ്ങനെ തന്നെ വന്നതാണ്. അവളൊക്കെ ഇബത്ത് എന്ന് പറഞ്ഞാൽ സംഘം, സുബത്ത് സംഘം, ഇസത്ത് പറഞ്ഞ ആളുകളുടെ സംഘം, ഇതൊക്കെ ഏകദേശം ഒരേ മാനക്ക് ഉപയോഗിക്കലുണ്ട്. അപ്പോ ഇതൊക്കെ ആ നിലക്കാക്കും. ഇവിടെ സുബത്തിന്റെ അവിടെ ജമ്മു പറയുമ്പോ സുബീന എന്നും പറയാ, സിബീന എന്നും പറയാ. തസ്രീഹിൽ ഖാലിദുൽ അസ്ഹരി പറഞ്ഞത് കാണാം. ഫമാകാന മഫ്തൂഹൽ ഫാഇ, ഈ മുഫ്രദില് ഫാക്ക് ഫത്ഹായ ഒന്ന്, അപ്പൊ സനത്ത് പോലെ, അതിനെ കുസ്റത്ത് ഫാഉഹു ഫിൽ ജംഇ, ജമ്മിൽ അതിനെ എന്താക്കൂ? ഫാക്ക് കസ്ർ നൽകപ്പെടും. ഇതുപോലെ സനത്തിന് ജമ്മാക്കിയപ്പോ സീനയിലെ ജമ്മില് സിനൂന കസ്റാക്കി. നഹ്വു സിനീൻ. വമാകാന മക്സൂറൽ ഫാഇ, ഫാക്ക് കസ്ർ നൽകപ്പെട്ട ഒന്നാന്ന് വെക്കുക. ഫാക്ക് കസ്ർ നൽകപ്പെട്ടു ഏത്? മുഫ്രദില്. അത് ഇതുപോലെ ഇപ്പൊ ഇദ്ദത്ത് അത് ഫാക്ക് കസ്റല്ലേ. അപ്പൊ ലം യുഗയ്യിർ ഫിൽ ജമ്മി, ജമ്മില് അതിനെന്താവൂല? ചേഞ്ച് ആക്കപ്പെടൂല. അപ്പൊ ഇദ്ദത്ത് അതേപോലെ ഇസ്സത്ത്, ഇസീന അങ്ങനെ തന്നെ പറയും. ഇനി നോക്കാം. വമാകാന മദ്മൂമൽ ഫാഇ, ഫാ ദമ്മ് ചെയ്യപ്പെട്ട ഒന്നാണെങ്കിലോ അതാണ് സുബത്ത്. കണ്ടോ? ഫഫീഹി ഫിൽ ജംഇ വജ്ഹാനി, അപ്പൊ അതിൽ ജമ്മില് രണ്ട് വജ്ഹുണ്ട്. രണ്ടതാ ദമ്മു വൽ കസ്റു, ദമ്മും കസ്റും പറ്റും. അപ്പോ ഇവിടെ സുബത്തി സുബീന എന്നുള്ള ഇടത്തിൽ നമുക്ക് നഹ്വ ഇതുപോലെ സുബീന എന്നും പറയാ, സിബീന എന്നും പറയാ. ബിദമ്മി താഇ വകസ്രിഹ വഹുവൽ അക്സർ, കസ്റാക്കി പറയലാണ് അക്സർ, സിബീന എന്ന് കാണാം. അപ്പോ അവിടെ ഈ സുബത്ത് സുബത്തിൻ വസുബീന എന്നുള്ളത് അവിടെ സിബീന എന്നും പറയാ, രണ്ടും പറ്റും. സിബീന സുബീന രണ്ടും പറ്റും. അപ്പൊ ഇവകളൊക്കെ ഇപ്പൊ പറഞ്ഞ നിൽക്കുക സിനൂൻ ബാബൊക്കെ എന്താവും? സിനൂന, സിനീന, അതുപോലെ ഈ ഇദീന, ഇദൂന, സുബീന, സുബൂന, ഇസീന, ഇസൂന, ഇങ്ങനെ അതിന്റെ ഇറാബ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അഥവാ ജമുസക്കർ സാലിമിനോട് മുൽഹക്കയതിന്റെ ഇറാബ് പോലെ തന്നെ ഇവരും നടന്നുകൊണ്ടിരിക്കും എന്നർത്ഥം. ഇനി ഇതിലൊക്കെ മറ്റുള്ള ലുഗകളൊക്കെ അതൊക്കെ അൽഫിയയിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അൽഫിയലുണ്ട് അവിടെ വബാബുഹു വമിസ്ലഹീനിൻ ഖദ് യരിദ് സൽബാബു വഹുവ ഇൻദ ഖൗമി യത്തരിദ് എന്നൊക്കെ ഉണ്ട്. അപ്പൊ ഹീനും പോലെ ളാഹിറത്തായ ഹറക്കത്ത് കൊണ്ട്
ഹർക്കാത്ത് കൊണ്ട് പറയുന്ന യാനെ ലുസൂമാക്കിയിട്ട് പറയുന്ന പരിപാടി. സിനീനുൻ, സിനീനൻ, സിനീനിൻ ഇങ്ങനെ പറയുന്ന ലുഗഫീലൂടെ വിശദീകരിച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെ വമിൻഹൈ അൽഫാദുകളിൽപ്പെട്ടതാണ് ബനൂന. ബനൂന ജംഉ ഇബ്നിൻ, ഇബ്നിന്റെ ജമ്മാണ്. വഖിയാസു ഹാദൽ ജമ്മി, ഈ ജമ്മിന്റെ ശരിക്ക് ഖിയാസ് എങ്ങനെയായിരുന്നു വരുന്നത്? അയ്യക്കൂന ഇബ്നൂന എന്നായിരുന്നു. പക്ഷെ ഇവിടെ ബനൂന എന്നാ വന്നത്. അതുകൊണ്ട് അത് മുൽഹഖായി. അപ്പോ എന്ത് പറയും? ബനൂന, ബനീന ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. വമിൻഹ അതിൽപ്പെട്ടതാകുന്നു അതിൽപ്പെട്ടതാണ് ഇല്ലിയൂന. ഇല്ലിയൂന എന്ന് പറഞ്ഞാൽ ഇസ്മുല്ലി അലൽ ജന്ന, സ്വർഗത്തിലെ മുന്തിയ അലയായ ഒരു റുതുബയുടെ ഒരു പേരാണത്, പദവിയുടെ പേരാണ് ഇല്ലിയൂന. അത് ഇല്ലിയൂന എന്ന് വെക്കുമ്പോൾ ലഫ്ദ് കൊണ്ട് അതിന് നമ്മൾ നോക്കുമ്പോൾ മുഫ്രദ് ഉണ്ടെങ്കിലും അത് മാന കൊണ്ട് നോക്കുമ്പോൾ അതങ്ങനെ പേര് ഇല്ലിയൂന എന്നുള്ളത് അതിന് പേര് വെക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് മുൽഹഖ ഇല്ലിയൂന. അപ്പൊ ഇല്ലിയീന ഖുർആനില്, വിശുദ്ധ ഖുർആനില് കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലിയീൻ അല്ലോ, വമാ അദ്റാക മാ ഇല്ലിയൂൻ രണ്ടാൾക്കും അവിടെ വന്നിട്ടുണ്ട്. വശിബുഹു അതിനോട്, ഈ ഇല്ലിയീനോട് സാദൃശ്യമായതും. അതെന്തിനാൽ? മിമ്മാ സുമ്മിയ ബിഹി, മിമ്മാ യാതൊന്നിനാൽ, സുമ്മിയ ബിഹി അതുകൊണ്ട് പേര് വെക്കപ്പെട്ടു, അഥവാ ജമ്മെടുത്തു എന്നിട്ട് അതിനെ കൊണ്ട് പേരാക്കി. സെയ്ദൂന പോലെ. സെയ്ദൂന എന്നുള്ളത് ഒരാൾക്ക് വേണ്ടി പേര് വെച്ചു എന്നൊക്കെ. അലമല്ലി ഷഖ്സിൻ, ഒരു വ്യക്തിക്ക് അലമായ നിലയിൽ പേര് വെക്കപ്പെട്ടു. അപ്പോഴും അപ്പൊ അതിന് എങ്ങനെ വെക്കാം? ജമ്മു സക്കർ സാലിമിനോട് മുൽഹക്കായ നിലക്ക് സെയ്ദൂന, സെയ്ദീന അതേപോലെ തന്നെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാം. അപ്പോ സെയ്ദൂന എന്നുള്ളത് അവിടെ മാന എന്ന നിലക്ക് അതിന് പിന്നെ ഉഫ്രദില്ല. സെയ്ദൂന പേര് വെച്ചു, ലഫ്ദ് കൊണ്ട് നോക്കുമ്പോൾ ഉഫ്രദ് ഉണ്ടാക്കാം. എങ്കിൽ ഇപ്പൊ ഇല്ലിയൂൻ ജമ്മി ഇല്ലിയൂനാണ്, സെയ്ദൂനാണ്. പക്ഷെ ഇവിടെ ഇതെന്താക്കി? ഇല്ലിയൂന സെയ്ദൂന എന്നുള്ളത് ഒരാൾക്ക് കൊണ്ടുപോയിട്ട് പേര് വെച്ചു. മനസ്സിലായേ? കുല്ലു ഹാദിഹിൽ മദ്കൂറാത്തി, അപ്പോ ഈ പറയപ്പെട്ടവയെല്ലാം തന്നെ കൽ ജംഉൽ മുദക്കരി സാലിമി, ജംഉൽ മുദക്കരി സാലിമിനെ പോലെയാകുന്നു. ഫി ഇഅറാബിഹി, ഈ കുല്ലിനെ അഥവാ ഈ പറഞ്ഞ എല്ലാത്തിനെയും ഈ അറാബാക്കുന്ന വിഷയത്തിൽ ബിൽ ഹുറൂഫ്, എന്തുകൊണ്ട്? ഹർഫുകൾ കൊണ്ട് ഇവകളെ ഇറാബാക്കുന്ന വിഷയത്തിൽ ജമ്മു മുദക്കർ സാലിമിനെ പോലെ തന്നെയാകുന്നു എന്നാണ്. അപ്പോൾ ഇറാബിന്റെ വിഷയത്തിൽ ജമ്മു മുദക്കർ സാലിമിനെ പോലെ തന്നെയാണ്. ജമ്മുൽ മുദക്കർ സാലിം ആവാത്തതിന്റെ നിബന്ധന നമ്മൾ പറഞ്ഞു, അതിന്റെ ഷർത്ത് ഒക്കാത്തത് കൊണ്ടാണ്. ബാറക്കല്ലാഹു ഫീക്കും.